ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുണ്ടാവുന്നതാണ് ഫോണാണ് അല്ലേ. മൊബൈൽ ഫോൺ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഭേദമന്യേ എല്ലാവരും, പ്രായമായവരും വലിയവരും കുട്ടികളും എല്ലാവർക്കും ഉണ്ട് ഫോൺ. പിന്നെ എല്ലാവരും ഫോണിൽ തന്നെയാണ്, അവർക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫോണ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്കൊരു ഭാഗം പോയ പോലെയാണ് അല്ലേ ഫോണില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ വെച്ചാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഫോൺ ഒരു ദിവസം നമ്മൾ കയ്യിൽ കുറച്ച് നേരത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. നമ്മൾ കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെന്ത് ചോദിച്ചാലും ചിലപ്പോൾ എന്ത് കാര്യത്തിനും ഫോണിലായിരിക്കും നമ്മൾ നോക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോൺ കൊണ്ട് നമുക്ക് വളരെ ഉപകാരങ്ങളുണ്ട്, ഉപദ്രവവും ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ ഫോണിനെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയും കണ്ടിട്ട് നമുക്കിപ്പം നമ്മുടെ ജോലി ഇപ്പോൾ ഓൺലൈനാണെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റണില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് അപ്പോഴും നമ്മളൊരു ഡിജിറ്റൽ ഡീടോക്സ് എന്ന നിലയിൽ വീട്ടിലായാലും ഇപ്പം ഉപയോഗിക്കാൻ ഒരു സമയം നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഒരു ടൈം കണക്കാക്കിക്കൊണ്ട് വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ മക്കളിലായാലും അപ്പം ഉമ്മക്കായാലും എല്ലാവരുടെ കയ്യിലും ഓരോ ഫോൺ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പരസ്പരം ഫോൺ വെച്ച് കണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയ ചിരിക്കുക ഒന്നുമില്ല, എല്ലാവരും ഫോണിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ടെങ്കിലും ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഒരു ദിവസത്തിലൊരു ഭക്ഷണം കഴിക്കണ നേരത്താ അല്ലെങ്കിൽ ഒരു വേളയിലാണ് ഫോണിനെ ഉപയോഗിക്കാതിരിക്കുക, ലാപ്ടോപ്പ് ഉപയോഗിക്കാതിരിക്കുക, ഡിജിറ്റലായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചും കണ്ടിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കുക, സ്നേഹം പങ്കുവെക്കുക, കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും ജീവിതത്തിൽ പറയാനുള്ളതൊക്കെ അല്ലേ. അതൊക്കെ നമുക്ക് ആ ഒരു നേരം പറയാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ ബന്ധങ്ങളുടെ ദൃഢത വർദ്ധിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അല്ലേ. അത് നമുക്ക് കുറക്കാനായിട്ടും കഴിയും അല്ലേ. നമുക്ക് കുറച്ച് നേരം ഉപയോഗിക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്കങ്ങനെ അതിനും നമുക്ക് ഇത് ഉപകാരപ്പെടും. ഫോണിനും കുറച്ച് നേരം റെസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോണിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. അതിനൊക്കെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണ് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക, കുറേ നേരം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക, വേറുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വെറുതെ ടൈം കളയാൻ വേണ്ടി കണ്ടിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. നല്ല രീതിയിൽ ഫോണിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അതിന് വേണ്ടി കണ്ടിട്ട് ശ്രമിച്ച് നോക്കാം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതെ നീക്കി വെക്കുക. പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോണിനെ ഉപയോഗപ്രദം